എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഓപ്പൺ എഐയുടെ സോറ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് സോറ ഉപയോഗിക്കാം, സോറ ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് ഔട്ട് ജനറേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഫുൾ AI ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂസോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതെല്ലാതും ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നായിരിക്കും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ChatGPT റിലീസ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഓപ്പൺ എഐയുടെ പ്രൊഡക്റ്റാണ് സോറ. അതും ChatGPT ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ എറേഴ്സോ ചെറിയ ചെറിയ മിസ്മാച്ചസോ നിങ്ങൾക്ക് കാണാം. അതാണ് AI ജനറേറ്റഡ് വീഡിയോസിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ പെണ്ണ് നടന്നു വരുന്നത് ഇതാണ് ആദ്യം റിലീസ് ചെയ്ത വീഡിയോ അവരുടെ. പക്ഷെ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ആ പെൺകുട്ടിയുടെ കാലുമേക്ക് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തി സ്ലിപ്പായി പോണ പോലെ നിങ്ങൾക്ക് തോന്നും. ഇതൊക്കെയാണ് AI ജനറേറ്റഡ് വീഡിയോസിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്ക്. പക്ഷേ ബാക്കി പോസിറ്റീവ്സ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ChatGPT ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കും. പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനൊരു ഫ്ലഫി മോൺസ്റ്ററിനെയാണ് എനിക്ക് വേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് ഇംഗ്ലീഷിൽ. അപ്പോൾ അത് കിട്ടണ വീഡിയോസാണ്. അപ്പോൾ അത് ഒരു തീനെ നോക്കിയിരിക്കുന്ന വീഡിയോ ആണ് എനിക്ക് വേണ്ടത്. അത് തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾക്ക് ആനിമേഷൻ ചെയ്ത് സമയം കളയണ്ട. എന്തായാലും നമുക്ക് അടുത്ത പ്രോംപ്റ്റ് കൊടുക്കാം. ഇത് ഹ്യൂമൻസ് അല്ലെങ്കിൽ മനുഷ്യരിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് നോക്കാം. മനുഷ്യരിനെ പറ്റിയിട്ടാകുമ്പോൾ അവരുടെ ഫിംഗർ അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ഇപ്പോൾ തന്നെ ഫിംഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എറേഴ്സ് കാണാൻ പറ്റും. പക്ഷെ ബാക്കി എല്ലാതും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ ഫിംഗർ എന്തോ മടങ്ങിയിരിക്കണ പോലെ തോന്നും. അപ്പോൾ ഇതൊരു നൈജീരിയത്തെ ഒരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം. ഒരു 2 പൈറേറ്റ് ഷിപ്പുകൾ ഒരു കോഫിയുടെ കപ്പിൽ കിടന്ന് ഇങ്ങനെ മിക്സ് ആവുന്നു. ഇത് ആനിമേഷൻ ചെയ്തെടുക്കാനായിട്ട് എന്തോരം ടൈം എടുക്കും, ഇത് മൊത്തം വരയ്ക്കണം. ഇവിടെ ഞാനിപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രോംപ്റ്റുകൾ കൊടുക്കുമ്പോൾ എങ്ങനെ വീഡിയോ ക്ലിയർ ആയിട്ട് വരണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നടന്നു വന്ന ആ പെൺകുട്ടിയുടെ പ്രോംപ്റ്റാണ് ഇത്. കറക്റ്റായിട്ട് നമ്മൾ ടോക്കിയോ ഡിസ്ക്രിപ്ഷൻ, നിയോൺ ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് പേഴ്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം തന്നെ കിട്ടും. ആ വീഡിയോൻ്റെ അവസാനം ഇങ്ങനെയാണ് എൻഡ് ചെയ്യണത്. ഫേസിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് ക്ലാരിറ്റി ആയിട്ടാണ് AI ജനറേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. ഇതുവരെ ഞാൻ കാട്ടിയത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാം, എങ്ങനെ ഒരു ഫ്രെയിം വെക്കാം, വൈഡ് ആംഗിൾ ഷോട്ട് വേണോ, എന്തൊക്കെ വേണമെന്ന് ഇതിൽ ഞാൻ കാണിക്കാം. ആദ്യത്തെ തന്നെ റിപ്ലേസ് റിമൂവ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ്. എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെ. ഈ വാതിൽ തുറക്കുന്നത് ലൈബ്രറിയിലേക്കാണ്. അത് മാറ്റി ആ വാതിൽ ഫ്രഞ്ച് ഡോറാക്കി മാറ്റുന്നു. പിന്നെ അത് നേരെ സ്പേസ് ഷിപ്പിൻ്റെ ഡോറാക്കി മാറ്റുന്നു. പിന്നെ നമ്മൾ വിചാരിക്കുകയാണ് ലൈബ്രറി മാറ്റി നേരെ ജംഗിളാക്കാണ്. സെയിം ഇത് തന്നെ. അപ്പം നമ്മൾ ആ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. അത് മാറി മാറി വരുമ്പോൾ ഓരോ വ്യൂസ് കൊണ്ടുവരുന്നു. ഇതാണ് സോറയുടെ ആദ്യത്തെ കേപ്പബിലിറ്റി. ഇനി രണ്ടാമത്തെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് ചെയ്യലാണ്. ഒരു ഭാഗം നിങ്ങൾക്ക് ഒരു വീഡിയോൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാകെ 3 സെക്കൻഡ് ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് അതൊരു 1 മിനിറ്റിന് ദൈർഘ്യമാക്കണം. അപ്പോൾ GPT തന്നെ പല ആംഗിളിലായിട്ട് സെയിം വീഡിയോ തന്നെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. അതാണ് ഈ ലൂപ്പ് ഓർ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫംഗ്ഷൻ. മൂന്നാമത്തെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 2 വീഡിയോസ് ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ലെഫ്റ്റിൽ സ്നോ ഫ്ലേക്സിൻ്റെ വീഡിയോ ആണെങ്കിൽ റൈറ്റിൽ ഒരു ഫ്ലവേഴ്സ് താഴേക്ക് വീണു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു ഔട്ട്പുട്ട്. ഇതെല്ലാം നമുക്ക് പ്രോംപ്റ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇനി ChatGPTയുടെ ഉള്ളിൽ തന്നെ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫ്ലവർ ആണെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിഫൈൻഡ് ആയിട്ടൊരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഫയറിന്, അതുപോലെ തന്നെ ഇൻഫിനിറ്റ് സ്റ്റയേഴ്സ്, അങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട് ChatGPTയുടെ ഉള്ളിൽ. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രോംപ്റ്റിൽ കൊടുത്തിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ ഒരു വീഡിയോ ആണ്, റൈനോയും എലിഫൻറ്റും കൂടി നടന്നു പോകുന്നു. ആ ഷോട്ടിനെ തന്നെ വൈഡ് ആംഗിൾ ആക്കുന്നു, ഡിഫറെൻ്റ് ആംഗിൾ ആക്കുന്നു, സെയിം ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആക്കുന്നു. അപ്പോൾ അവരുടെ ടെക്സ്ചർ തന്നെ മാറി, ബോഡിയുടെ ടെക്സ്ചർ, ആ ടെറൈൻ മാറി. ഇപ്പോൾ സ്നോ മാറ്റി നമുക്ക് വേറെ ഏതെങ്കിലും ടെറൈൻ ആക്കാം. അതാണ് ചെയ്യുന്നത്. ഇവിടെ നേരെ കാർഡ്ബോർഡ് പെട്ടിക്കൊണ്ടാക്കി അവരുടെ മേക്കിങ്. നിങ്ങൾക്ക് തീരുമാനിക്കാം എത്ര mm ലെൻസ് ഉപയോഗിക്കണം, വൈഡ് ആംഗിൾ ഷോട്ട് വേണോ, സൂം ചെയ്യണോ, എങ്ങനെയാണ് എക്സ്പ്രഷൻസ് എടുക്കേണ്ടത് എന്നൊക്കെ. ഇത് നിങ്ങൾക്കിത് ഈ പ്രോംപ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡെപ്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ബേസിക്കലി സെയിം സീനാരിയോ തന്നെ ഡിഫറെൻറ്റ് വേയിൽ എങ്ങനെ നമുക്ക് സോറ ഉപയോഗിച്ച് ചെയ്യാം. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്റ്റോറി ബോർഡ്. നിങ്ങളൊരു സിനിമ ഷൂട്ട് ചെയ്യാണ്, നമ്മളെങ്ങനെയാണ് സ്ക്രീൻ പ്ലേ എഴുതുന്നത്, ഫ്രെയിമും ടൈമിങ്ങും വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ എൻഡിൽ കാണാൻ പറ്റും ഫ്രെയിം റൺ ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ സീനിൽ എത്ര ഫ്രെയിമുകളുണ്ട്, ഒരു സ്പേസ് ഷിപ്പ് കടന്നു പോകണം, ഒരു കൗബോയ് പോലെ ഡ്രസ്സ് ചെയ്തിട്ട് ഒരാൾ അവിടെ നിൽക്കണം.
അത് പിന്നെ വന്നിട്ട് സൂം ചെയ്തിട്ട് ആളുടെ കണ്ണിലേക്ക് ഒരു ഷോട്ട്, ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ജനറേറ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നു. സ്റ്റോറി ബോർഡിൻ്റെ ഉള്ളിൽ വേറൊരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ 10ാമത്തെ സെക്കൻഡിൽ ഇന്ന സ്ഥലത്ത് ഈ ക്യാരക്ടർ എത്തണം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എക്യുപ്മെൻറ്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എത്ര സ്പെസിഫിസിറ്റി വേണം, പീസ് അതിൻ്റെ പ്രോംപ്റ്റാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളത്. അതിൽ ഏത് ലെൻസ് ഉപയോഗിക്കണം എന്ന് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് സോറയുടെ പ്രോംപ്റ്റ്, സെയിം ChatGPTയുടെ പ്രോംപ്റ്റ് തന്നെ. അതിൽ ലെഫ്റ്റ് സൈഡിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ഈ ഇമേജിൽ ആളാവണമെന്ന് പറയാം. 16:9 എന്ന് പറഞ്ഞ റേഷ്യോ ആണ്, വീഡിയോൻ്റെ ഔട്ട്പുട്ടിൻ്റെ റേഷ്യോ ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്കിനൊക്കെ ആണെങ്കിൽ വേറെ രീതിയിലാക്കാം. പിന്നുള്ളത് 480p ആണ്. നിങ്ങൾക്ക് അറിയണ പോലെ ഡെഫിനിഷനാണ് വീഡിയോൻ്റെ. എത്ര ക്ലാരിറ്റി വേണം, അത് 720p ഉണ്ട്. അത് നമ്മൾ ഓരോ പാക്കേജ് അനുസരിച്ച് നമുക്ക് ക്ലാരിറ്റി മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് 5 സെക്കൻഡാണ്. വീഡിയോൻ്റെ ഔട്ട്പുട്ട് എത്ര ലെങ്ത് വേണമെന്നാണ്. ഇപ്പോൾ 5 സെക്കൻഡ് നിങ്ങൾക്ക് മാറ്റാം. പിന്നുള്ളത് 2V എന്ന് പറഞ്ഞ് കിടക്കുന്നത് 2 വേരിയേഷനാണ്. സെയിം ടൈം നിങ്ങൾക്ക് 2 ടൈപ്പ് വീഡിയോ ഔട്ട്പുട്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അങ്ങനെ 5 വേരിയേഷൻ വരെ ഹൈ റേറ്റഡ് ChatGPTയുടെ സോറ മോഡൽസിലുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ സ്റ്റോറി ബോർഡാണ്. സ്റ്റോറി ബോർഡിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് പ്രോംപ്റ്റ്. ബേസിക്കലി സോറയുടെ എല്ലാതും നിങ്ങൾ പഠിച്ചു. സിമ്പിളാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ChatGPT തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് കാരണം സോറ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ChatGPTയുടെ ഉള്ളിൽ കൂടെയാണ് പറ്റുള്ളൂ. ഇപ്പോൾ ChatGPT പ്ലസ് ഉപയോഗിക്കുന്നവർക്ക് സോറ കിട്ടും. EU റീജിയനിലൊന്നും ChatGPT വന്നിട്ടില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. EU UK ആണെങ്കിൽ നിങ്ങൾക്ക് VPN ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് $20 പെർ മന്ത്. $20 ഉണ്ടെങ്കിൽ 720p റെസൊല്യൂഷൻ്റെ 5 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. ഒരു 50 വീഡിയോ വരെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. $200 ആണെങ്കിൽ നിങ്ങൾക്ക് 20 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. 5 വേരിയേഷൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ 5 കൺകറൻറ്റ് വീഡിയോസ് സെയിം ടൈം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം. 180p വരെ ജനറേറ്റ് ചെയ്യാം. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ $20 സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ. ഏറ്റവും നല്ല AI ജനറേറ്റഡ് ടൂള് സോറ തന്നെയാണ്. കുറേ ചൈനീസ് AI ടൂൾസുകളുണ്ട്, പക്ഷേ എല്ലാത്തിലും മികച്ച് നിൽക്കുന്നത് സോറ തന്നെയാണ്. ഇനിയുള്ള വീഡിയോസ് ഞാൻ കുറച്ച് പ്രോംപ്റ്റ് കൊടുക്കാം. അതനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങൾ നോക്കി നോക്ക്. ഇതിൽ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിൽ വളരെ മൈന്യൂട്ടായിട്ട് എഡ്ജുകളിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ കാണാൻ പറ്റും. ആനിമൽസിൻ്റെയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആനിമേഷൻ്റെ വീഡിയോസിലൊക്കെയും കുറവായിരിക്കും. പക്ഷെ ഒരു ഹ്യൂമൺ വരുമ്പോഴൊക്കെയാണ് ആ ഒരു പ്രൊസിഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ് AI ടൂൾസ് വെച്ചാൽ. നല്ല അടിപൊളിയായിട്ട് ഷോട്ടും, ഇതിപ്പോൾ ഹോവർ ചെയ്യണ ടോപ്പിൽ നിന്ന് നോക്കണ ഒരു ഷോട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് കാരണം ഇങ്ങനെ ഒരു ഇത് വരണേ. റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ വരുമ്പോൾ എനിക്ക് എന്തോ ക്ലാരിറ്റി കുറവുള്ള പോലെ തോന്നും. പ്രത്യേകിച്ച് ഡ്രോണിൻ്റെ ഷോട്ട്, ഹെലികോപ്റ്ററിൽ നിന്നുള്ള ഒരു ഷോട്ട്, അങ്ങനത്തെയൊക്കെയും കൊടുക്കാനൊക്കെ ആയിട്ട് AI ടൂൾസ്. ഇതിലിപ്പോൾ ഹ്യൂമൻസൊക്കെയും തന്നെ ജനറേറ്റ് ആയിക്കൊണ്ടാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഹ്യൂമൻ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ നോസിൻ്റെ മൂക്കിൻ്റെ അവിടെയും ആ ഒരു ജോ ബോണിൻ്റെ അവിടേക്കും മസിൽ കോൺട്രാക്ട് ചെയ്യണതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പൂച്ചേരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ബോഡി മൂവ്മെൻറ്റ്സ് വരുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് AI ജനറേറ്റ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട്. എന്തായാലും വേറെ ഒരു പ്രോംപ്റ്റ് നോക്കി നോക്കാം. ഇത് ഡിഫൻഡർ അല്ല എന്നാണ് ഇതിൽ കൊടുത്തതാണ്, വേറെ പേരാണ് കൊടുത്തതാണ്. ഡിഫൻഡർ എന്ന് പറഞ്ഞ വണ്ടിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് ഭയങ്കര വൈറലായിരുന്നു ഈ വീഡിയോ. നിങ്ങൾ എന്തായാലും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഡെപ്ത് AI വീഡിയോസ് ചില സമയത്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഭയങ്കര പ്രിസൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും എനിക്കറിയില്ല, പക്ഷെ ചില വീഡിയോസിനാണ് പ്രശ്നങ്ങളുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോനൊന്നും ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആനിമേറ്റഡ് വീഡിയോ ആണ്. ഗ്രാഫിക്സ്, ആനിമേഷൻ, മിഷനറി, ഓട്ടോമോട്ടീവ്, ഫ്യൂച്ചറിസ്റ്റിക് വീഡിയോസൊക്കെയും ഒരു പ്രശ്നമില്ലാണ്ട് വരുന്നുണ്ട്. പക്ഷേ ഹ്യൂമൺ വരുമ്പോഴാണ് ഒരു പ്രിസിഷൻ്റെ എറർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ കാറ്റിൻ്റെ വീഡിയോ നിങ്ങൾ വീണ്ടും എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ക്രൗഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറേ നോക്കി, പക്ഷേ ഇതിൽ എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എറർ. പക്ഷെ എന്തോ ഒരു അവരുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ വ്യത്യാസമുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായങ്ങൾ പറ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സോറയുടെ വെബ് പേജാണ്. സോറ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഫ്രീ ആയിട്ട്. ഇതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ല, എന്ന് വെച്ചാൽ യൂട്യൂബിലല്ല, ഇത് AI ജനറേറ്റഡ് ആണ്. ഞാൻ കുറച്ചും കൂടി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് എറർ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയിലൂടെ നിങ്ങൾ സോറയുടെ പ്രൈസിങ് നിങ്ങൾക്ക് മനസ്സിലായി. സോറ എങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. Sora.com ആണ്. ബേസിക്കലി
ഓപ്പൺ എയുടെ പ്രൊഡക്റ്റ് ആണ്. കാരണം ഓപ്പൺ എയുടെ വെബ് പേജിൽ പോയാൽ നിങ്ങൾക്ക് സോറ ആക്സസ് ചെയ്യാൻ പറ്റും. ChatGPT പ്രീമിയം അല്ലെങ്കിൽ ChatGPT പ്ലസ് ഉള്ളവർക്ക് സോറ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന് നമ്മൾ പ്രോംപ്റ്റ് പറഞ്ഞു, സ്റ്റോറി ബോർഡ് എന്താണെന്ന് പറഞ്ഞു, സോറയുടെ കേപ്പബിലിറ്റീസ് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് കിട്ടും, നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ കമ്പൈൻ ചെയ്യാം, എങ്ങനത്തെ ഷോട്ടുകളൊക്കെ കൊടുക്കാം. ബേസിക്കലി എല്ലാതും പറ്റും. ഒരു ഫിലിം എടുക്കാനുള്ള എല്ലാതും സോറയുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ തന്നെ കുറേ യൂട്യൂബ് വീഡിയോസ്, ഷോർട്ട് ഫിലിംസൊക്കെയും സോറ ബേസ്ഡ്, AI ബേസ്ഡ് വന്നിട്ടുണ്ട്. സോറ റിലീസ് ചെയ്തത് December 9th ഇന്നിപ്പോൾ December 15th. ഇനിയുള്ള കാലഘട്ടത്തിൽ AI ബേസ്ഡ് വീഡിയോസ് കുറേ വരും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ടൂള് കണ്ടുപിടിക്കാനും ഈ ടൂള് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സും എല്ലാതും കിട്ടും. നിങ്ങൾക്ക് തന്നെ ഒരു ഷോർട്ട് ഫിലിം ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന വേറെ AI ടൂൾസുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.